ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം കൂൺ കൃഷി ചെയ്യാനുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചത് കൂണിൻ്റെ സീഡാണത്. അത് നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ അതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അവരെന്നെ ഓർഡർ ചെയ്താണ്. ഇതാണ് അതിൻ്റെ സീഡ്. 300 ഗ്രാം ഉണ്ടാവും. അത് നമുക്ക് 2 ബെഡായിട്ട് ചെയ്യാൻ പറ്റും. അതിങ്ങനെ പൊടിച്ചെടുക്കണം. ഒത്തിരി കട്ട പിടിച്ചിരിക്കുന്ന ടൈപ്പായിരിക്കും നമുക്ക് തരുമ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ അവിടെ പെല്ലറ്റ് വെച്ചിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി ചൂടുവെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചേക്കുന്ന പെല്ലറ്റാണ്. അത് ഒരു 1 കിലോത്തിന് 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് ആ കവറിൽ പെല്ലറ്റ് 1 കിലോ ഇട്ടിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് 8 മണിക്കൂർ, ഒരു 10 മണിക്കൂർ വരെയും വെക്കണം. അത് കുതിർന്ന് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. അത് ചൂടാറിയ ശേഷം നമ്മളിങ്ങനെ കവറിൽ കെട്ടി വെച്ചേക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കണം. എല്ലാ സൈഡൊന്നും ഇതുപോലെ ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൈ ഡെറ്റോളിൽ ഒന്ന് കഴുകി വൃത്തിയായിട്ട് വെക്കണം. ഞാനപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നതെല്ലാം നന്നായിട്ട് ഡെറ്റോളിൽ കൈ മുക്കി കഴുകി എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. കൂണിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഗ്യാപ്പിലേക്ക് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ബെഡിലേക്ക് 150 ഗ്രാമാണ് നമ്മൾ എടുക്കേണ്ടത്. 300 ഗ്രാം ഉണ്ട് കൂൺ വിത്ത്. അപ്പോൾ 2 ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം 150 ഗ്രാം ഒന്നിൽ, 150 ഗ്രാം മറ്റൊന്നിൽ, അങ്ങനെയാണ് ചെയ്യണത്. ഞാൻ സൈഡിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. സൈഡിലായിട്ടാണ് നമ്മൾ എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അവസാനം കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ സൈഡിൽ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്താൽ അതങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് അവിടെ കിട്ടും. ഒക്കെ കുറച്ച് അതിലിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അത് കട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. കട്ട പിടിച്ചിട്ടാണ് നമുക്ക് സീഡ് കിട്ടുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം അത് ആ കവറിൽ വെച്ച് തന്നെ അങ്ങനെ പൊടിച്ചെടുത്താൽ വേറെ പ്ലേറ്റിലോട്ടോ അങ്ങനെ മാറ്റാം. പ്ലേറ്റിലോട്ട് ഇടുകയാണെങ്കിൽ പ്ലേറ്റൊക്കെ നല്ല വൃത്തിയിൽ ഡെറ്റോളിൽ ഒന്ന് തുടച്ചെടുക്കണം. ഒരു തുണിയിൽ ഡെറ്റോളിൽ മുക്കിയിട്ട് ആ പ്ലേറ്റും ഇതിനുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഡെറ്റോളിൽ ഒന്ന് കഴുകി അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. ഞാനപ്പോൾ ആദ്യം കൈയൊക്കെ ഡെറ്റോളിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഡെറ്റോൾ ഒഴിച്ചിട്ട് അവർ കൈ മുക്കി വൃത്തിയാക്കി നിൽക്കുന്ന ഇതൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ ഇതിന് വല്ല ഫംഗസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഈ സീഡ് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം കൈ നല്ല വൃത്തിയായിരിക്കണം. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും വൃത്തിയായിട്ട് ഇരിക്കും. നമ്മൾക്കിത് ബുക്ക് ചെയ്തത് ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അങ്ങനെ ബുക്ക് ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് 2 ബെഡ് ചെയ്യാനുള്ള സീഡ് 300 ഗ്രാം ഉണ്ടാവും. പിന്നെ 2 കിലോ പെല്ലറ്റ് ഉണ്ടാവും. 2 കവർ ഉണ്ടാവും. പിന്നെ റബ്ബർ ബാൻഡ്, പിന്നെ 2 റിങ് തന്നിട്ടുണ്ട്. ഇത്ര ഐറ്റം അവർ നമുക്ക് അയച്ചു. നമ്മൾ ബുക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ മെസ്സേജ് ഇട്ടാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ പറഞ്ഞുതരാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിംഗ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനൊരു 2 വാങ്ങിയിട്ട് ട്രയൽ അടിച്ച് നോക്കാം. ഫസ്റ്റ് ട്രയൽ അടിച്ച് നോക്കിയിട്ട് വേണം പിന്നീട്
കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ വേണ്ടി. ഇതൊരു 2 വാങ്ങിയിട്ട് ചെയ്ത് നോക്കുകയാണ്. ഇത് സക്സസ് ആയാൽ നമുക്ക് പിന്നെ ഒരു റൂമിലേക്ക് മാറ്റി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യണം. കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. തൽക്കാലം നമുക്കിപ്പോൾ ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതേപോലെ സേഫ്റ്റി പിന്ന് എടുത്തിട്ട് ഹോളിട്ട് കൊടുക്കണം. ഞാനപ്പോൾ ഇതിൻ്റെ മുകളിലും കുറച്ച് വിത്തിട്ട് കൊടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എയർ കളഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് അത് സെറ്റാക്കും. എന്നിട്ട് ഇതേപോലെ ചുറ്റിലും നിറയെ ഹോളിട്ട് കൊടുക്കണം. അതിൻ്റെ വിത്തുള്ള കൊടുത്തും മൊത്തത്തിൽ ഹോളിട്ട് കൊടുക്കും. ഇതേപോലെ നിറയെ ഹോളിട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു ബ്രീത്തിങ്ങിന് വേണ്ടിയാണ്. ഇതേപോലെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഹോളുള്ളത്. ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് ഒന്നെങ്കിൽ ഇരുട്ടുള്ള റൂമിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് അത് നന്നായിട്ട് മൂടി വെക്കാം. ഒരു 5 days, 5 ദിവസം അത് ഇരുട്ടുള്ള റൂമിലോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് വെച്ചോ മൂടി വെക്കണം. നമ്മളധികം ഉപയോഗിക്കാത്തൊരു റൂമോ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെക്കാം. ബെഡ്റൂമിലും നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്തും ഇത് വെക്കരുത്. ചിലപ്പോൾ വല്ല കെമിക്കൽ റിയാക്ഷനോ എന്തെങ്കിലും പോയിസൺ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. സംബന്ധമായ രോഗങ്ങളുള്ളവർക്കൊക്കെ അത് ചിലപ്പോൾ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ബാസ്ക്കറ്റ് ഞാൻ വാങ്ങിച്ചാണ്. അതിൽ വെച്ചിട്ട് ബ്ലാങ്കറ്റ് ഇട്ട് നല്ല ഡാർക്ക് കളറുള്ള ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ കറുത്ത തുണിയോ ഇട്ട് മൂടി വെക്കണം. രണ്ടാമത്തെ ബെഡും അതേപോലെ തന്നെ ചെയ്യണം. സെയിം നമ്മൾ ചെയ്തപോലെ തന്നെ എല്ലാ സൈഡൊന്നും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിലെല്ലാം പൊടിഞ്ഞ് നന്നായിട്ട് കിട്ടും. നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിലേക്ക് അതിൻ്റെ സീഡ് ഇട്ട് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ആദ്യമേ ഇത് റബ്ബർ ബാൻഡ് താഴെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഇത് ഇടാൻ. ഈ പെല്ലറ്റ് ഇട്ടിട്ട് ചൂടുവെള്ളം പെല്ലറ്റിലേക്ക് ഒഴിക്കുക. 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ ചൂടുവെള്ളം അങ്ങനെയാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് ചൂടാറാൻ ഒരു 8 മണിക്കൂർ 9-10 മണിക്കൂർ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒഴിച്ചത് പിറ്റേ സെറ്റാക്കിയിരുന്നു. ഞാൻ ഇന്നലെ ഒഴിച്ചു വെക്കാം. ഇന്നത്തേക്കത് നല്ല പൊടിഞ്ഞ് സെറ്റാക്കി. അപ്പോൾ അതിൽ ഞാൻ നന്നായിട്ട് വിത്തൊന്നുകൂടി പൊടിച്ചിട്ട് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ ഇരുട്ട് റൂമിൽ വെക്കാം. അപ്പം ഇത് ഫുള്ള് വൈറ്റ് കളറായിട്ട് പടരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി ചെറുതായിട്ട് ഹോളിട്ട് കൊടുക്കുക. ഒരു 3 നേരം ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.